പ്രജന രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം ഈ അടുത്തിടെ ബി.ജെ.പിയിൽ ഉരുത്തിരിഞ്ഞ സമവാക്യങ്ങൾ അത് വ്യത്യസ്തമായിരുന്നു. അത് പി കെ കൃഷ്ണദാസ് വിഭാഗത്തിന്റെ ആളായി സംസ്ഥാന അധ്യക്ഷൻ മാറി എന്ന ആരോപണം വി മുരളീധര കെ സുരേന്ദ്ര പക്ഷങ്ങൾ ഈ അടുത്താണ് ഉന്നയിച്ച് സംസ്ഥാന നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത്. കഴിഞ്ഞ തൃശ്ശൂരിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ക്ഷണിക്കാതിരുന്നതടക്കം പാർട്ടിക്കുള്ളിൽ വലിയ ആഭ്യന്തര കലാപത്തിനാണ് തിരികൊളുത്തിയത്. അതിന് തൊട്ടു പിന്നാലെ വി മുരളീധര കെ സുരേന്ദ്ര പക്ഷങ്ങൾ സംശയിച്ചിരുന്നത് പോലെ തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടിക കൂടി പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജീവ് ചന്ദ്രശേഖറും അതുപോലെ പി കെ കൃഷ്ണദാസ് വിഭാഗവും പാർട്ടിയിൽ കൂടുതൽ ശക്തി ചെലുത്തുന്നു അല്ലെങ്കിൽ സ്വാധീനം ഉറപ്പിക്കുന്നു എന്ന് ജനിപ്പിക്കുന്ന ഭാരവാഹി പട്ടികയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ജനറൽ സെക്രട്ടറിമാരായി 4 ജനറൽ സെക്രട്ടറിമാരായി എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, ഒപ്പം എസ് സുരേഷ്, തിരുവനന്തപുരത്ത് നിന്നുള്ള നേതാവായ അഡ്വക്കേറ്റ് എസ് സുരേഷ്, ഒപ്പം അനൂപ് ആന്റണി എന്നിവർ ഉൾപ്പെടുന്നു. ഇതിൽ എസ് സുരേഷും അനൂപ് ആന്റണിയും രാജീവ് ചന്ദ്രശേഖരന്റെ ഏറ്റവും അടുത്ത അനുയായികളായി കണക്കാക്കപ്പെടുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനും അതുപോലെ എം.ടി. രമേശും ആകട്ടെ പി കെ കൃഷ്ണദാസ് വിഭാഗത്തിൽ ആണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. അതിൽ പി കെ കൃഷ്ണദാസ് വിഭാഗത്തിന്റെ തന്നെ ഈ അടുത്ത ഏറ്റവും സജീവമായ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. പി കെ കൃഷ്ണദാസിനൊപ്പം ശോഭാ സുരേന്ദ്രൻ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായി തന്നെ പി കെ കൃഷ്ണദാസ്, എം.ടി. രമേശ് വിഭാഗത്തിനും അതുപോലെ രാജീവ് ചന്ദ്രശേഖരന് സ്വാധീനമുള്ള ആളുകളെ നിയമിക്കുന്ന ജനറൽ സെക്രട്ടറിമാർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വി മുരളീധര കെ സുരേന്ദ്ര പക്ഷങ്ങളെ പൂർണ്ണമായി വെട്ടിയൊതുക്കുന്ന നിലയിലേക്ക്, വെട്ടി നിരത്തുന്ന നിലയിലേക്ക് ഈ സംസ്ഥാന ഭാരവാഹി പട്ടിക പോയിട്ടുണ്ട്.